ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വർഷയ്ക്ക് ഒരു ആപത്ത് വരുമ്പോൾ രേവതിയാണ് സഹായിക്കുന്നത്. വർഷയുടെ മുഖത്ത് വർഷ കല്യാണം കഴിക്കാൻ വിചാരിച്ചു വെച്ചിരുന്ന ആ പയ്യൻ വർഷയെ കിട്ടാതെ വരുമ്പോൾ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിക്കുകയും ആ ഒരു ഘട്ടത്തിൽ നിന്ന് വർഷയെ രക്ഷപ്പെടുത്തുന്നത് രേവതിയുമാണ്. അങ്ങനെ രേവതി നേരെ പോകുന്നത് വർഷയുടെ വീട്ടിലേക്കാണ്. വർഷയുടെ വീട്ടിലാണെങ്കിൽ അവളുടെ അമ്മ വർഷയെക്കുറിച്ച് ആലോചിച്ച് വളരെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ ഫോണിൽ അവളുടെ പടങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് രേവതി വരുന്നത്. എന്താ, നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ ആ രവീന്ദ്രന്റെ മരുമകളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട്. ഞാൻ വന്നത് നിങ്ങളുടെ മകളെ കുറിച്ച് ഒരു കാര്യം പറയാനാണ് എന്ന് രേവതി പറയുന്നുണ്ട്. ഞങ്ങളുടെ മകളോ, ഏത് മകളെ എന്നൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മകൾ ഒരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളാണ് അതിന് കാരണം എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ ആപത്തിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് അപ്പൊ വല്ലാത്ത വിഷമമാണ്. അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എൻ്റെ മോൾക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ മുഖത്ത് ഒരു പയ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നില്ലേ, അവൻ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, എന്നിട്ട് എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്, വല്ലതും സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച അമ്മ വെപ്രാളപ്പെടുന്നുണ്ട്. അപ്പോൾ അച്ഛനും ചെറിയൊരു വിഷമാവാണ്. നിങ്ങൾ കേട്ടില്ലേ ഇവള് വന്ന് പറഞ്ഞത്, നമ്മുടെ മോൾ ആപത്തിലാണ്, എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തായാലും കല്യാണം നടന്നില്ല, നമ്മൾ അതിനുള്ള നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, പിന്നെന്തിനാ നമ്മളെ മകളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് അവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അമ്മ വല്ലാതെ വെപ്രാളപ്പെടുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മകളും എൻ്റെ അനിയൻ എന്ന് പറയുന്നവനും കൂടി ഒരുമിച്ചാണ്, അതായത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അത് അത്ര നല്ലതിനല്ല. കാരണം അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും ഇങ്ങനെയുള്ള ആപത്തിൽ അവനക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകളെ എത്രയും വേഗം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക. കാരണം ഒറ്റയ്ക്ക് താമസിച്ചാൽ അവളുടെ ജീവൻ ഇതുപോലെ വീണ്ടും വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന വർഷയുടെ അമ്മയ്ക്ക് വല്ലാതെ വിഷമാവുകയും വർഷയെ രേവതിയോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് അവൾ പോയതിനു ശേഷം വർഷയുടെ അച്ഛനോട് സംസാരിക്കുകയാണ് അമ്മ. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അയാളുടെ വീട്ടിലേക്ക് പോകില്ല, രവീന്ദ്രന്റെ വീട്ടിലേക്ക് ഞാൻ പോകില്ല. നിനക്ക് എന്താണെന്ന് തോന്നുന്ന വെച്ചാൽ നീ ചെയ്തോ, ഞാൻ അതിന് എതിർപ്പ് പറയുന്നില്ല. എന്തായാലും ഞാൻ ആ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന ആ പയ്യന്റെ വീട്ടിലേക്ക് ഞാനൊന്ന് പോയിട്ട് വരാം, അവന്റെ അച്ഛനോട് 2 വർത്താനം പറഞ്ഞിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയാൾ അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതി വീട്ടിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, ഓ ഇതിപ്പോ എന്തൊട്ട് ഇത്ര വല്ലാതെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കാണ്. അതേ സമയത്ത് സച്ചി ആണെങ്കിലും ഒരു ഇഷ്ടികയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിനൊക്കെ ഇങ്ങനെ ഈ ഇഷ്ടിക കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളാണ് ഉണ്ടായത്, ഒരു പെൺകുട്ടിയുടെ ജീവനല്ലേ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ റൂമിലൊക്കെ ആ ഇഷ്ടിക കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ രേവതി ആണെങ്കിൽ വരുന്നത് ഒരു കയ്യിലൊരു ഇഷ്ടിക പിടിച്ചിട്ടാണ്. കാരണം സച്ചി പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കൊക്കെ പേടിയാകുന്നുണ്ട്. ഇവളിനി നമ്മളെങ്ങാനും വല്ലത് എറിയോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ചന്ദ്ര ഇവളെ രേവതി ഒന്ന് ഭയക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ന് മനസ്സിലാക്കിയ വർഷയുടെ അമ്മ ചന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ എൻ്റെ മകളെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറയുമ്പോൾ ചന്ദ്ര താഴ്ത്തോ അല്ല ആകാശത്തോ അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷാവാണ്. അത് ചന്ദ്ര കാരണമാണ് അത് ശരിയായെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് രേവതി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് വർഷയെയും അതുപോലെ ശ്രീകാന്തിനെയും തൻ്റെ വീട്ടിലേക്ക് വരാൻ കാരണമെന്നൊക്കെ പിന്നീട് ചന്ദ്ര അറിയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെ പിറ്റേ ദിവസം തന്നെ കൊണ്ടുവരാം, പക്ഷെ അവിടെ സച്ചി ഉണ്ടാവാൻ പാടില്ല എന്നും കൂടി വർഷയുടെ അമ്മ പറയുന്നുണ്ട്. കാരണം സച്ചി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് വർഷയുടെ അച്ഛനുമായിട്ട്. അപ്പൊ അതുണ്ടാകില്ല, നിങ്ങൾ അവരെയും കൊണ്ട് വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ അതിരാവിലെ തന്നെ നമ്മുടെ സച്ചിയെ ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ് ചന്ദ്ര. ഇത്രയും കൂർമ്മബുദ്ധിയുള്ള ചന്ദ്ര 18 അടവുകളും പയറ്റിയിട്ടും നമ്മുടെ സച്ചിയെ അവിടെ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല. സച്ചിക്ക് അതിനേക്കാളും ബുദ്ധി കൂടുതലായതുകൊണ്ട് തന്നെ അതൊക്കെ എന്താകും എന്ന് ഉള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്